അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ തർബിയ മീഡിയ ചാനൽ ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന ഒരുപാട് നല്ല ഇൽമുകൾ, അറിവുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്ഥിരമായി ഈ തർബിയ മീഡിയ ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നന്മയുടെ ആളുകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അല്ലാഹു സുബ്ഹാനഹു തആല നന്മയിലാർജിച്ച പ്രവർത്തനങ്ങൾ മരണം വരെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നിറഞ്ഞ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് സന്തോഷവും സമാധാനവും റാഹത്തും ജീവിതത്തിലുടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു പ്രത്യേകമായ ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ഓരോ മാസങ്ങളിലും ഓരോ നല്ല നല്ല കാര്യങ്ങൾ, വിവാഹം, പ്രസവം പോലെയുള്ളതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ നല്ല ദിവസങ്ങൾ അന്വേഷിക്കാറുണ്ട്. ആ ദിവസങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിലോ അതെല്ലാ നല്ല ദിവസം നോക്കേണ്ടതുണ്ടോ, എന്താണ് അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ള രീതി ഒഴിവാക്കിയിട്ട് പഠനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഓരോ വിഷയങ്ങൾ നമ്മൾ പറയണം. നമ്മളെ നാവുളുപ്പില്ലാത്ത നാവ് കൊണ്ട് പലതും നമുക്ക് പറയാം. അള്ളയില്ലാന്ന് തന്നെ നമുക്ക് ദൈവമില്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഉള്ളതുപോലെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോൾ നല്ല നല്ല അറിവുകൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുകയും മനസ്സിലാക്കുകയും ഇതിൽ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി നല്ല നല്ല വീഡിയോസ് ആ രീതിയിൽ കാണുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിട്ട് പരത്തി പറയുന്നില്ല, നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാമല്ലോ, മാസങ്ങൾ അതുപോലെ ദിവസങ്ങൾ, നിശ്ചിത സമയങ്ങൾ എന്നിവയിലെല്ലാം വൈവിധ്യവും വ്യത്യസ്തവുമായ ഗുണഫലങ്ങളും ദുർഗുണങ്ങളും ഉണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഓരോ മാസങ്ങളിലും ചില ദിവസങ്ങൾ ചരിത്രപരമായി ഉത്തമവും ഉത്തമരഹിതവും അപൂർവം ചിലത് അധമവുമാണെന്ന് പരമ്പരാഗതമായി നാം വിശ്വസിച്ച് പോരുന്നതിന് ചരിത്രപരമായി ഇസ്ലാമികപരമായി പിൻബലമുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കേരളത്തിലെ പണ്ഡിത കുലപതിയും 4 മദ്ഹബുകളുടെ ഫത്വ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു വിധി കൽപ്പിക്കാൻ കഴിവുള്ള അൽ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഹനഫി, ഷാഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളാണ് ഓൾറെഡി ലോകത്തുള്ളത്. ആ മദ്ഹബുകളിൽ ഫത്വ കൊടുക്കാൻ, ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയുന്ന കൽപ്പുറ്റ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ, ഷെയ്ഖ് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പദ്യസമാഹാരവും വിവർത്തനവും പദ്യസമാഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവർത്തനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ആ പദ്യം പാടി ഇൻഷാ അല്ലാഹ് അത് നമ്മളതിൻ്റെ വിവർത്തനം പറയും. ഒരു മാസത്തിലെ മുഹറം മാസം എടുത്തു നോക്കിയാൽ ആ മുഹറം മാസത്തിൽ ഏതൊക്കെ ദിവസങ്ങൾ നല്ലതാണ്, ഏതൊക്കെ ദിവസം നമുക്ക് പറ്റാത്തതാണ്, നെഹസ് അതായത് അപലക്ഷണമുള്ളതുണ്ടാവും, സുബലക്ഷണമുള്ളതുണ്ടാവും. അപലക്ഷണമുള്ളത് ഏതാണ്, സുബലക്ഷണമുള്ളത് ഏതാണെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ അടിച്ചുവിട്ട് കാണാതെ കൃത്യമായി അത് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ആ ഒരു ദിവസങ്ങൾ മനസ്സിലാക്കി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹം ഈ വിഷയത്തിൽ നല്ല പഠനം നടത്തി സമൃദ്ധിയും ഐശ്വര്യവും ബറക്കത്തും ലഭ്യമാവാനാണല്ലോ നമ്മൾ ഓരോ നല്ല ദിവസങ്ങളും സെലക്ട് ചെയ്യും. നല്ലതാണല്ലോ എപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യും, ചീത്ത ദിവസങ്ങൾ സെലക്ട് ചെയ്യില്ല. അപ്പൊ നല്ല ദിവസങ്ങൾ നോക്കുക എന്നുള്ളത് ഇന്ന കാര്യങ്ങൾ മാനദണ്ഡമാക്കിയാണ് മഹത്തുക്കൾ ചെയ്യുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ അപ്പൊ നമ്മൾ നെഹസുള്ളതും നെഹസില്ലാത്തതുമായ ദിവസങ്ങൾ നമ്മൾ നോക്കുകയും പള്ളിയിൽ ഉസ്താദന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട്. ഇന്ന് തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് വീട് പരതാമസം നടക്കുന്ന ഇന്ന ദിവസം ഉസ്താദെ നെഹസാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അത് നല്ല ദിവസം നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്ന ദിവസം പറ്റൂല എന്നുള്ളത്. ഇനി എന്നാൽ ഏതെങ്കിലും കാരണവശാൽ
നമുക്ക് ആ ദിവസം തന്നെ വിവാഹം നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ദിവസമാണ് പ്രസവിക്കാൻ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നെഹ്സ് നോക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇസ്ലാം പറയുന്നത് നെഹ്സ് ദിനങ്ങളെ അവലംബമാക്കുന്നതിൽ നിന്നും നമ്മെ മാറ്റി നിർത്തപ്പെടുന്ന ചില കാര്യങ്ങൾ വരാറുണ്ട്. ഇതുപോലെ വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം അസൗകര്യമായ വേളകൾ എല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ നല്ല ദിവസം നോക്കണം. ചിലപ്പോ ഡേറ്റ് തീരുമാനിച്ചതിന് ശേഷം അല്ലെ ഹാള് ബുക്ക് ചെയ്തതിനു ശേഷം ചിലപ്പോ കല്യാണം നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും മാത്തുക്കളുള്ള സമയം നോക്കിയിട്ടോ. അങ്ങനെ നല്ല കാര്യങ്ങൾ അതിനോടൊപ്പം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആളുകൾ ഇടപെടലുകൾ കൊണ്ടോ പ്രയാസം വന്നാൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴും ആ ദിവസം നശിപ്പാണോ അല്ലെങ്കിൽ ആ ദിവസം ചീത്തയാണ്, അതുകൊണ്ട് നടത്താൻ പറ്റൂല എന്ന് വാശിയുണ്ടോ ഇസ്ലാമിന് എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നമ്മളുടെ മൈൻഡ് എന്താവണം? അല്ലാഹു മതിയായവനാണ്, എല്ലാ വിഷയത്തിനും ശരിയാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ആ ദൃഢവിശ്വാസത്തോടെയും ത്തോടുകൂടി മുന്നോട്ട് ഗമിക്കണമെന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ടോ ഒരു ഹദീസ് നമുക്ക് മനസ്സിലാക്കി ഉർവത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ്? ഒരാളുടെ മുഖ്യമായ പ്രവർത്തനങ്ങളിൽ അശുഭ ലക്ഷണം വന്നു ചേരുമോ എന്ന് ഭയപ്പെട്ടാൽ, എങ്ങാനും അശുഭ ദിവസങ്ങളിലാണ് ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വരുന്നതെങ്കിൽ അവനെന്തു പറയണം? അല്ലാഹുമ്മ, എല്ലാവരും പഠിച്ചു വെച്ചോ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് അർത്ഥം? അല്ലാഹുവേ, നന്മ കൊണ്ടുവരുന്നവൻ നീ മാത്രമാണ്, നന്മ കൊണ്ടുവരുന്നവൻ നീ മാത്രമാണ് അല്ലാഹ്. തിന്മയെ തടയുന്നവനും നീ മാത്രമാണ് അല്ലാഹ്. നീയല്ലാതെ ശക്തിമാനും യുക്തിമാനുമില്ല അല്ലാഹ് എന്ന മഹത്തായ ദിക്ർ അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലി അവന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവൻ ഇറങ്ങണമെന്നാണ്. ഇതെപ്പോഴാ? നെഹസുള്ള അപലക്ഷണമുള്ള ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വന്നാൽ അങ്ങനെ ഇറങ്ങണം. അതല്ലെങ്കിലോ നല്ല ദിവസങ്ങൾ നോക്കണം എന്നാണ്. നമ്മുടെ മനസ്സിന് അസ്വസ്ഥത നൽകുന്ന പ്രവർത്തനത്തിൽ നന്മയും, നമ്മളെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകും. നമ്മുടെ മനസ്സിന് സ്വസ്ഥത ലഭിച്ചാൽ ഒരു നല്ല വിവാഹം വരുമ്പോൾ നല്ല ദിവസം നോക്കുന്നു, മനസ്സിന് സ്വസ്ഥതയായ നല്ല ദിവസമാണ്, നല്ല ആളുകളാണ് നിക്കാഹ് ചെയ്യുന്നത്. അതുപോലെ പെരതാമസത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നല്ല ദിവസം നോക്കുന്നു. മകളുടെ പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ നല്ല ദിവസം നോക്കുന്നു. വീടിനേക്ക് തറക്കല്ലിടുമ്പോൾ നല്ല ദിവസം നോക്കുന്നു. കട്ടള വെക്കുമ്പോൾ നല്ല ദിവസം നോക്കുന്നു. ഇതെല്ലാം നമ്മുടെ മനസ്സിന് സ്വസ്ഥത നൽകുന്നതാണ്. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ ഈ നല്ല ദിവസങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തു തരുന്നത്. ഏത് വേളകളിലും പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ദിക്റുണ്ട്. ആ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം എന്ന് 7 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ, ഉർദുൽ ലത്തീഫ് ചൊല്ലുമ്പോൾ അതുണ്ട്, അങ്ങനെയുള്ള അദ്കാറുകളിൽ അതുണ്ട്. രാവിലെയും വൈകുന്നേരം ചൊല്ലിക്കോ, നല്ലതാണ്. 7 പ്രാവശ്യം ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ മഹത്തുക്കൾ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂ ദർദാ റിപ്പോർട്ട് ചെയ്യുകയാണ്, അതേ ഭൗതികവും പാരത്രികവുമായ എല്ലാ വിഷയങ്ങളും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏത് വിഷമമുണ്ടെങ്കിലും മുക്തമാകുന്നതാണ്. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. എന്നാൽ അപലക്ഷണം ശുഭലക്ഷണമുള്ള ദിവസമുണ്ടോ? ഉണ്ട്.
പരിശുദ്ധ ദീൻ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പാരമ്പര്യമായി മുസ്ലിം ഉമ്മത്ത് എല്ലാ വിഷയങ്ങൾക്കും എന്തിനു പറയണം, മക്കളെ പഠനം തുടങ്ങുമ്പോ നല്ല ദിവസങ്ങൾ നോക്കാറുണ്ട്, വാഹനം വാങ്ങുമ്പോ നല്ല ദിവസം നോക്കാറുണ്ട്, വീടെടുക്കുമ്പോൾ നല്ല ദിവസം നോക്കാറുണ്ട്. ഇത് നല്ല സ്വഭാവമാണ്, മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. മഹാനായ അഹ്മദ് കോയ ശാലിയാത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വേഗത്തിൽ അത് ഓടിച്ചു പാടുകയാണ്. അള്ളാഹു നമുക്കിത് ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ അയ്യാമുൻ നഹ്സി ഖസീദത്തുൽ അയ്യാമുൻ ഹിസാത്ത് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം രചിക്കുകയാണ്. അവിടെ നിന്നിട്ട് തുടക്കത്തിൽ തന്നെ പാടുന്നു, ഇദാ അറത്തൻ നഹ്സ മിൻ അയ്യാമി വസനത്തിൻ ജംഅൻ ലത്തമാമി. ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ സംഭവിക്കുന്ന നഹ്സ്, അതായത് അവലക്ഷണം, ആ നഹ്സ് അറിയാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ഞാൻ പൂർണ്ണമായി പറഞ്ഞു തരികയാണ്. ആദ്യത്തെ ബൈത്തിൽ അതാണ് പറയുന്നത്, ഫഅവ്വലുൽ അയ്യാമി മിൻ കുല്ലി ശഹർ ഖൈറുൻ ലികുല്ലി ഹജത്തിൻ ഫല്യന്തളീർ. എന്നിട്ട് ഓരോ മാസത്തിന്റെയും ആദ്യത്തെ ദിവസത്തെ കുറിച്ച് പറയുകയാണ്. എല്ലാ മാസങ്ങളിലും ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ, അത് സർവകാര്യങ്ങൾക്കും ഗുണമാണ്. ഫല്യന്തളിർ, നീ അത് പ്രതീക്ഷിക്കുക. ഏത് മാസം വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാസം അറബി മാസമാണ്. ഏത് മാസം വന്നാലും അതേ ഒന്നാമത്തെ ദിവസം അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. കദാലിക സനിഹ ഇദാ ലം യകൂൻ മിൻ ശഹരി ശവ്വാൽ അതാ ഫല്യസുൻ. പറയുകയാണ് മഹാനവറുകൾ, ശവ്വാൽ 2 ഒഴികെയുള്ള ശവ്വാൽ മാസത്തിലെ 2ാമത്തെ ദിവസം ഒഴികെയുള്ള എല്ലാ മാസവും 2ാമത്തെ ദിനമുണ്ടല്ലോ, അത് ശുഭകരമാണ്. ശവ്വാലിലെ 2ാമത്തെ ദിവസം നീ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് 2 മാസവും 2ാമത്തെ ദിവസം നല്ലതാണ്. എന്നിട്ട് പറയുന്നു, വസാലിസുൽ അയ്യാമി യൗമുൽ ഹസ്റാ ഫലാ തകുൻ ലി ഹജത്തിൻ മുൻതളിറാ. എന്നാൽ എല്ലാ മാസങ്ങളിലും 3ാമത്തെ ദിവസമുണ്ടല്ലോ, നിങ്ങളുടെ മാസങ്ങളിലേക്ക് വരുന്ന 3ാമത്തെ ദിവസം നീ സൂക്ഷിക്കണം. അന്നത്തെ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെന്നാണ്. നല്ല കാര്യങ്ങൾക്ക് മാസത്തിലെ 3ാം തീയതി ഒഴിവാക്കുക. അത് അറബി മാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, 4ാമത്തെ ദിവസമുണ്ടല്ലോ, ഓരോ മാസത്തിലെയും 4ാമത്തെ ദിവസം റബീഉൽ അവ്വലിലെ 4ാമത്തെ ദിവസം ഒഴിച്ച് എല്ലാ മാസവും 4ാം തീയതി യാത്ര ഒഴികെ എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമാണ്. അപ്പൊ യാത്ര പോകൽ നല്ല ദിവസമല്ല. യാത്ര പോവാൻ ആ ദിവസം തെരഞ്ഞെടുക്കേണ്ടതില്ല. യാത്ര പോവാൻ മറ്റുള്ള ദിവസങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നു. എല്ലാ മാസവും 5ാം തീയതി 3ാം തീയതിയെ പോലെ നല്ലതല്ല. 5ാം തീയതി നല്ല ദിവസമില്ല. എന്നാൽ 6ഉം 7ഉം തീയതികൾ 1ാം തീയതി പോലെ നല്ല ദിവസമാണ്, ശുഭകരമായ ദിവസമാണ്. എന്നിട്ട് പറയുന്നു, അപ്പോ 6ഉം 7ഉം പറഞ്ഞു, ഇനി 8ാമത്തെ ദിവസം വസാമിനുല്ലി ഗൈരി സഫരിൻ ഖയ്റാ ഇല്ലാ മിനൽ കഅബി വഹജ്ജുൻ ഫദ്കുറാ.
ദുൽഖഅദ് ദുൽഹജ്ജ് മാസങ്ങളൊഴികെ എല്ലാ മാസവും 8-ാം തീയതി യാത്രയൊഴികെ എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ്. യാത്ര ഒഴികെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ്. ഇതിന്റെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 9-ാമത്തെ ദിവസമാണ്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. നമ്മൾക്ക് ഇൽമുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 9-ാമത്തെ ദിവസം പറയാൻ വതാസിഉൽ ഖൈറുൻ ലികുല്ലി അംരി വആശിറുൻ കദാകലാമിൻ സഫരി. സഫർ 10 ഒഴികെ എല്ലാ മാസവും 9, 10 സർവകാര്യങ്ങൾക്കും ഉത്തമ ദിനമാണ്. സഫറിലെ 10ഉം 9 ഒഴിവാക്കാം. ബാക്കിയുള്ള എല്ലാ മാസവും 9ഉം 10ഉം നല്ല ദിവസമാണ്. വഹാദിയ ശറഹൽ ലദീ ലം യംതനി ഫീഹി സിവാ ഖസ്ദിൽ ഉലാത്തി ഫസ്തമി. 11-ാം തീയതി ഏത് കാര്യങ്ങൾക്കും വിരോധമില്ല. 11-ാം എന്നാലോ ഭരണാധിപന്മാർ, നേതാക്കൾ എന്നിവരുടെ അടുക്കൽ പോകലൊഴികെ. ഭരണാധികാരികളുടെ നേതാക്കളെടുക്കലും വല്ല കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ അതേ 11-ാം തീയതി പോകരുത്. ബാക്കി എല്ലാ കാര്യത്തിനും നല്ലതാണ്. വസാനിയ ശരിൻ കന മിൻ മുഖർറമീൻ ഇല്ലാ ബിറജബിൻ ഔ മിനൽ മുഹറമി മുഹറമാ. കണ്ടില്ലേ, റജബ് മുഹറം മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങളിൽ 12-ാം തീയതി ബഹുമാനിക്കപ്പെടേണ്ടതും ഉത്തമവുമാണ്. റജബ് ഒഴികെ ബാക്കി എല്ലാ, റജബും മുഹറവും ഒഴികെ ബാക്കി എല്ലാ മാസവും 12-ാം തീയതി നമ്മൾ ബഹുമാനിക്കേണ്ട ദിവസങ്ങളാണ്. സലീസു അശരിൻ യൗമു ശദ്ദിൻ ഫഹ്ദരി അൻഹു വമാ യഅ്തിഹി ഖൈറുൻ ഫഖ്തരി. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എല്ലാ മാസവും 13-ാമത്തെ ദിവസമുണ്ടല്ലോ, അത് ദോഷകരവും അധമവുമാണ്. എന്നാൽ 14-ാമത്തെ ദിവസം നന്മ നിറഞ്ഞതായാൽ ആ ദിവസം നീ ഏത് കാര്യത്തിനും തെരഞ്ഞെടുത്തുകൊള്ളുക എന്ന് പറയാനും. 15 ഖാമിസു അശ്രിഹാ ലികുല്ലിൻ സദിഹൂൻ വമാ യലീഹി യക്സുഹു ഫാതലിഹൂൻ. 15-ാം തീയതി എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ്. എന്നാൽ 16 അധമവും നന്മ കുറഞ്ഞതുമാണെന്ന് നീ ഗ്രഹിക്കണം, മനസ്സിലാക്കണേ. സബീഹു അശ്രിൻ മിൻ ഖിയാരിൻ ഫഖുലുബി കദാ സലാസുൻ ബഅദഹു യാ സാഹിബി. കേട്ടോ, എല്ലാ മാസവും 17, 18, 19, 20 നന്മ നിറഞ്ഞതാണ്. പ്രസ്തുത ദിനങ്ങൾ നീ അവലംബിക്കണം, തെരഞ്ഞെടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഏതൊക്കെ? 17, 18, 19, 20 എല്ലാ മാസവും നല്ല ദിവസങ്ങളാണ്. നല്ല കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനിയോ വൽഹദി വൽഇശ്റൂന മിൻ അയ്യാമി നഹ്സുൻ ഫദഅ കുല്ലൻ മിനൽ മാറാമി. എന്നാൽ 21 നഹ്സാണ്, അപലക്ഷണമാണ്, ശുഭലക്ഷണമല്ല. അപലക്ഷണമായതുകൊണ്ട്, അല്ലെങ്കിൽ അപലക്ഷണമാണ്. ആ നഹ്സായതിനാൽ നിന്റെ പ്രധാന ഏത് ഉദ്ദേശങ്ങളുണ്ടെങ്കിലും ആ ദിവസം നീ ഒഴിവാക്കണം, 21-ന്റെ അന്ന്. എന്നിട്ടോ വസാനി വല്ലിശൂന ഖൈറുൻ ഫജ്തബി ഇല്ലാ മിനശ്ശഹ്റൈനി ഖബ്ല റജബി. ബഹുമാനപ്പെട്ടവർ പറയാണ്, റജബിന് മുമ്പുള്ള ജമാദുൽ ഊലയും ജമാദുൽ ഉഖറയും എന്നീ 2 മാസങ്ങൾ ഒഴികെ എല്ലാ മാസവും 22 ഗുണകരമാണ്. ആ ദിവസത്തെ നീ തെരഞ്ഞെടുത്ത് 22 കുഴപ്പമില്ല. ജമാദുൽ അവ്വലും ജമാദുൽ ഉഖറയും പ്രശ്നമുള്ളൂ. വസാലിസുൽ ഇശ്റൂന യൗമൻ യുഹ്മദു
പറയാൻ 23-ാമത്തെ ദിവസം സ്തുതിക്കപ്പെട്ട ദിനമാണ്. നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ആ ദിവസം നീ തെരഞ്ഞെടുത്തോ. 23 എല്ലാ മാസവും 23 നല്ല ദിവസമാണ്. നല്ല കാര്യങ്ങൾക്ക് അത് നീ സെലക്ട് ചെയ്തോ. എന്നിട്ടോ റബീഉൽ അശ്റൂന യൗമൻ യൻഹസൂ വദാക ഫീ ശഹരി സിയാമി അൻഹസൂ. എല്ലാ മാസവും 24 നെഹസാണ്, അപലക്ഷണമാണ്. റമളാൻ 24 വലിയ നെഹസാണ്. എല്ലാ മാസവും 24 ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നിട്ടോ വൽ ഖാമിസുൽ ഇശ്റൂന യൗമൻ ലിർറദാ ഫലാ തകുൻ ലി ഹജത്തിൻ മുഖതാസിദാ. എല്ലാ മാസവും 25 നിർഗുണമാണ്. അതുകൊണ്ട് നിന്റെ ഉദ്ദേശകാര്യങ്ങൾ അന്ന് നീ ചെയ്യേണ്ടതില്ല, അത് ഉപയോഗപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. ഗുണം കെട്ട ദിവസമാണെന്ന് പറയുകയാണ്. വാവും വകാഫുൻ ലൈസ മിൻ ശഅബാനി ലാ ലിന്നികാഹി സഫരി മിൻ ഹസാനി. ശഅബാൻ ഒഴികെ എല്ലാ മാസവും 26-ാം തീയതി യാത്ര, വിവാഹം എന്നിവക്ക് ഉത്തമമല്ല. എല്ലാത്ത കാര്യങ്ങൾക്ക് ഉത്തമമാണ്. എന്നാൽ ശഅബാൻ 26 ഏത് കാര്യങ്ങൾക്കും ഉത്തമമല്ല. എന്നിട്ടോ വസാബിഉൽ ശുറൂന മിൻ ഖിയാരി ഫഖ്തർ ലികുല്ലിൻ ഹജത്തിൻ യഖാരി. എല്ലാ മാസവും 27 ഗുണകരമാണെന്നതിനാൽ ഓ സ്നേഹിതന്മാരെ, ആ ദിവസം നിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നീ തെരഞ്ഞെടുത്തു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അപ്പോ 27-ാമത്തെ നല്ല ദിവസമാണ്. ഇനിയോ എല്ലാ മാസവും 28-ാമത്തെ ദിവസം അത്ര നല്ലതല്ല. റബീഉൽ ആഖിർ 28 പ്രത്യേകം സൂക്ഷിക്കപ്പെടണം. ആ ദിവസം പ്രത്യേകം നെഹ്സാൻ സൂക്ഷിക്കണം. ഫത്താസിഉൽ ശുറൂന ഖൈറുൻ ഫത്ലുബി കദാക മാ ബിഹി തമാമു ഫജ്തബി. എല്ലാ മാസങ്ങളും 29 മാസത്തിന്റെ പൂർത്തീകരണമായ 30 എന്ന ദിവസങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചോ. അത് നല്ല ദിവസങ്ങളാണ്, ഉത്തമമാണ്. നീ അത് അവലംബിച്ചോ. സുമ്മ ഖസാഇസുസ് സുബൂഇ യദ്കുറൂ ഫസബതു ഫീഹി ലിസ്തിയാദു യദ്കറൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മാസങ്ങളെ കുറിച്ചാണ്. ഇനി ആഴ്ചകളെ കുറിച്ച് പറയാണ്. ഇനി നമ്മൾ ആഴ്ചകളെ കുറിച്ച് പാടുന്നു. എന്നിട്ട് പറയാണ് വേട്ടയാടാനും അതിനോട് സാമ്യമുള്ള ഏത് കാര്യങ്ങൾ ചൂണ്ടയിടാൻ, മത്സ്യബന്ധനം നടത്താൻ, വേട്ടയാടാൻ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതാ നമ്മൾ പോകുന്നത്. അത് ശനിയാഴ്ച പോയാൽ നല്ലതാണ്. ശനിയാഴ്ച നല്ല ദിവസം. ഇത് ബഹുമാനപ്പെട്ട അഹ്മദ് ഷാലിയാത്തി രചിച്ച കിതാബാണ്. ഈ കിതാബ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വയൗമുൽ അഹദിൽ ബിനാഇ യഖ്ലദൂ കദാക ലിൽ ഗർസി വബദിരിൻ ഫഫഅലൂ. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞായറാഴ്ച ദിനം എന്നതേ സൺഡേ ഹോളിഡേ ആണല്ലോ, ഒഴിവ് ദിവസമാണ്. ആ ദിവസം അതേ കൃഷി ചെയ്യാന്, വിത്തിറക്കാന്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ ഉത്തമമാണ്. ഒരാൾ കൃഷി തുടങ്ങുമ്പോൾ ഞായറാഴ്ച ദിവസമാകണം. വീട് പണിയുമ്പോൾ ഞായറാഴ്ച ദിവസമാകണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ പാടത്ത് വിത്തിറക്കുമ്പോഴും ഞായറാഴ്ച ദിവസമാകണം. അതൊക്കെ വലിയ ബറക്കത്താണ്, ഉത്തമമാണെന്ന് പറയുകയാണ്. ഇനിയോ
വയൗമുൽ ലിസ്നൈനി ലിബൈഇൻ വസ്സഫാർ വമാ യരീഹി ലിൽഹിജാബത്തിൻ തളീർ. വ്യാപാരം നടത്താൻ, ബിസിനസ് നടത്താൻ, യാത്ര ചെയ്യാൻ, യാത്ര പോകാൻ എന്നിവർക്ക് തിങ്കളാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത്. കൊമ്പ് വെപ്പിക്ക, ഹിജാമ ചെയ്യുന്ന ആളുകളുണ്ടാവും, അത് അന്ന് ചെയ്യലാണ് ഏറ്റവും നല്ലത്. വലാകിനിൽ ലിസ്നൈനി ഔലാ മിൻഹു ഇദ് ജാ ഹദീസുൻ നഹി ഫതഹമ്മനഹു. എന്നാൽ ഹിജാമ ചെയ്യല്, ഒത്തിവെക്കല് പോലെയുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ തിങ്കളാഴ്ച തന്നെയാണ്. കാരണം ചൊവ്വാഴ്ച പ്രസ്തുത കാര്യങ്ങൾ വിരോധിച്ചിട്ടുണ്ട്, അങ്ങനെ ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയോ യൗമുൽ അർബിഈ ഇബ്തിദാഇ ഇൽമി വതഅലീമി വരിദ്ദാഇ. ബുധനാഴ്ച ദിവസമുണ്ടല്ലോ, ഈ ദർസിൽ പോകുന്ന വിദ്യാർത്ഥികൾ, കോഴ്സ് തുടങ്ങുന്ന വിദ്യാർത്ഥികൾ, പഠനം ആരംഭിക്കുന്നവർ, പഠനം നടത്തുന്നവരും അധ്യാപനം നടത്തുന്നവരും എന്നിവർക്ക് ഏറ്റവും തുടങ്ങാൻ നല്ല ദിവസമെന്ന് പറയുന്നത് അത് ബുധനാഴ്ച ദിവസമാണ്. ചികിത്സ തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയാണ്. ചില ആളുകൾ ഒഴിച്ചിലിനും മറ്റൊക്കെ പോകുമ്പോൾ നല്ല ദിവസങ്ങൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ബുധനാഴ്ച ദിവസം സെലക്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി നോക്ക്, വലാകിനിൽ ആഖിറു മിൻ കുല്ലി ശഹരി നഹ്സുൻ വദാൻ ഹസ്നുൻ ശൈദിസ് സഫരി. എന്നാൽ എല്ലാ മാസവും അവസാന ബുധനാഴ്ച, പ്രത്യേകമായി സഫർ അവസാന ബുധൻ, അത് നിർഗുണമാണ്, നിർഭാഗ്യ ദിനമാണ്, വളരെ മോശപ്പെട്ട ദിവസമാണെന്ന് വെച്ചാൽ നെഹ്സുള്ള ദിവസമാണ്. ശ്രദ്ധിക്കണേ. സുമ്മൽ ഖമീസു അഹ്സനുൽ അയ്യാമി ലിതാലിബിൽ ഹജത്തി മിൻ ആനാമി. വ്യാഴാഴ്ച ദിവസമുണ്ടല്ലോ, ഏത് ജനങ്ങളുടെ ഉദ്ദേശ സാഫല്യത്തിനും വേണ്ടിയുള്ള സെലക്ട് ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ആ ദിവസം നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയൗമുൽ ജുമുഅത്തു ലിന്നിക്കാഹി ഖൈറുൻ കമാ ഖദ് ബയ്യനൂ യാ സാഹി. കൂട്ടുകാരാ, പണ്ഡിതൻ സ്പഷ്ടമാക്കിയതുപോലെ വെള്ളിയാഴ്ച ദിവസം വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ്. തമ്മാ ബിഖൗനില്ലാഹി നവനി ജമിഅ അൻവാഅ നഹ്സിൻ ലിൽ ഉനാസീന ഫിആ. ബഹുമാനപ്പെട്ട ഈ ബൈത്ത് ചുരുക്കുകയാണ്. അതേ ജനങ്ങൾക്ക് ഉപകാരമുള്ള നാസിന്റെ ബൈത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയ കവിതയാണിത്. വൽഹംദുലില്ലാഹി അലത്തമാമി സുമ്മ സ്വലാത്തുഹു മഅസ്സലാമി. ഈ കവിതാ സമാഹാരം പൂർത്തിയാക്കയിൽ അല്ലാഹുവിന് നന്ദി പറയാണ്. ബഹുമാനപ്പെട്ടവർ നന്ദി പറഞ്ഞ പാടാണ്. അതാണ് നമ്മൾ പാടിയത്. അല്ലാഹു അവരെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ, അവരെ മദദ് നൽകട്ടെ. അലന്നബി ഖൈരി മൻ ഖദ് ഫസ്സലാ മകാന മഅമൂലൻ ബിഹി മുസഹിലാ. ഏറ്റവും ജീവിതത്തിൽ പകർത്തേണ്ട പ്രയാസമങ്ങ് വ്യക്തമാക്കി തന്നവരിൽ, അതായത് മുത്തുനബിയിലെ സ്വലാത്തുകൾ സമർപ്പിക്കുകയാണ്. മുഹമ്മദിൻ വൽ ആലി വൽ സ്വഹാബി മാദാമത്തിൽ അൽഫാദു ഫിൽ കിതാബി. ഖുർആനിന്റെ വചനങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിലും അനുചരന്മാരിലും സലാത്തും സലാമത്തും സദാ ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്ത് ബഹുമാനപ്പെട്ടവർ ഈ ഗ്രന്ഥം ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്മദ് വൈശാലിയാത്തുള്ള മദദ് നുസറത്ത് നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ല ദിവസങ്ങൾ സെലക്ട് ചെയ്യാൻ, പ്രതിസന്ധി ഘട്ടങ്ങൾ പറഞ്ഞ ആയത്ത് ദുആ ഒക്കെ ചെയ്യാനും ഇത്രയൊക്കെ ചൊല്ലാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും എഴുതി വെക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു മഹത്തുക്കളോടൊന്നിച്ച് സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും തർബിയ പുതിയ വീഡിയോസുമായി വരും.
എല്ലാവരും അത് കാണുകയും വീക്ഷിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. എല്ലാവരും ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.